അന്ന ജോൺസൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, ദേശ ഉപരിപഠനത്തിലൂടെയും ഗിവേവേസിലൂടെയും ഫുഡ് വ്ളോഗ്സിലൂടെയും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു വ്ളോഗറാണ് അന്ന ജോൺസൺ. അന്ന ജോൺസന്റെ ഒരു കഥ നമുക്ക് കേട്ടു നോക്കിയാലോ ഇന്ന്. ഏറെ രാത്രിയാവുന്നോടം വരെ ഞങ്ങൾ 6 മക്കളും ഭക്ഷണം കൊണ്ടുവരും, ഭക്ഷണം ഇപ്പൊ കിട്ടുമെന്ന് ഓർത്ത് കരഞ്ഞ് തളർന്നിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. സംഭവം ഞങ്ങള് മക്കളാണ്. അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അമ്മ, അച്ഛൻ, അമ്മ അടങ്ങുന്ന ഒരു കുടുംബം. വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അച്ഛനും അമ്മയും. അപ്പൊ മഹാരാജാസ് കോളേജിലൊക്കെ പഠിച്ചാട്ടോ. പിന്നെ ഒരാള് സാമ്പത്തികമായി അച്ഛനെ പറ്റിച്ചതിനെ തുടർന്ന് ഭയങ്കര റിച്ച് ആയിരുന്നു. നമ്മുടെ ലൈഫ് നല്ല റിച്ച് ആയിരുന്നു. അവിടെ ഒരു ബിസിനസ്സിലേക്ക് നല്ല വെട്ടിപ്പ് നടത്തി അച്ഛൻ വീട്ടിൽ തന്നെ ഒതുക്കി കൂടിട്ടോ. അന്നപ്പോ ആ ദിവസം രാത്രി ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. അത് ഞങ്ങൾ അറിയുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭക്ഷണത്തിനോട് ഏറ്റവും ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ അനിയന. അപ്പൊ ഒരു ഇഡ്ഡലി പാത്രത്തിന്റെ ഒരു സ്റ്റീമറിൽ കുറച്ച് ചോറിനായിരുന്നു. ആ ചോറിനാണെങ്കിൽ മഞ്ഞ നിറമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഇത് അന്നയും അവനും കൂടെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നുട്ടോ. എല്ലാം ചെറുതുങ്ങളാ. ഞാൻ രണ്ടാമത്തെ ആളാ വീട്ടിലേന്ന് ഓർക്കണം. അപ്പൊ രാത്രി ആയപ്പോ ഭക്ഷണമില്ല. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു സ്കൂളിൽ മാഷ് താമസിക്കുന്നുണ്ടായിരുന്നു. ആ മാഷ് തൊട്ടിപ്പുറത്തെ വീട്ടിൽ അവരുടെ ഫ്രണ്ടിന്റെ കുട്ടിക്ക് കറുത്ത ഹലോ കൊടുത്തു. അപ്പൊ എന്നെ കണ്ടപ്പോ എനിക്കൊരു വിഷം തന്നു. പക്ഷെ ഞാൻ അറിയില്ലായിരുന്നു ഇന്ന് രാത്രിത്തെ എന്റെ അവസാന ഭക്ഷണമാണല്ലോ. എനിക്ക് രാത്രിയായപ്പോ അങ്ങോട്ട് വിശപ്പ് വന്നില്ലേ. വിശപ്പ് വന്നപ്പോ അച്ഛൻ എന്താ പറയുന്നറിയോ? ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ഇപ്പൊ ഭക്ഷണം കൊടുത്തോടും, വിശപ്പ് വരുന്നുണ്ട്. അന്നത്തെ ചെറുപ്പത്തിലല്ലേ നമ്മളത് വിശ്വസിച്ചിരുന്നത്. വലുതായപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതത്രേ. അങ്ങനെ ദൈവത്തോട് നമ്മൾ കൈമുട്ടിയിരുന്നോണ്ട് ദൈവം ആകാശത്തിന് നില കിട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ട്, ആൾക്ക് കാലൊന്നുമില്ല. ആള് പറഞ്ഞു, അതിലെ ഞാനും നിന്റെയും കൂടെ പോന്നപ്പോ പറഞ്ഞു, ഒന്നൊരു വെള്ളം വാങ്ങിത്തരുമോ, പൈസ ഇതിനകത്ത് എടുത്തത് പറഞ്ഞു. ആളുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ വാങ്ങാൻ പോകാൻ ആൾക്ക് കാലില്ല. അതൊക്കെ ഒരു ദയനീയമായ സാഹചര്യമാണ്. എന്ത് വരുമ്പോഴും ഞാൻ കണക്ട് ചെയ്യും കേട്ടോ, എന്റെ ലൈഫുമായിട്ട് ഞാൻ കണക്ട് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി ആൾക്ക് കൊണ്ടു കൊടുക്കാന്ന്. ആളുള്ള സ്ഥലം കസവ് കേന്ദ്ര, കോഴിക്കോട് കസവ് കേന്ദ്രന്റെ അടുത്താണ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല ചിക്കൻ കറിയൊക്കെ വെച്ചു. നിങ്ങളോട് പറയാനുള്ളത്, വിദേശ ഉപരിപഠനം നോക്കുന്നുണ്ടോ, വിദേശത്ത് പോകണം, പഠിക്കണം. നിങ്ങൾ ഒരടി മുമ്പോട്ട് വെക്കാതെ നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടേ വായു തരും നിങ്ങൾ വിശ്വസിക്കും. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക, അതിനെപ്പറ്റി അന്വേഷിക്കുക, സ്വയം കണ്ടെത്തലുകൾ നടത്തുക. അല്ലാതെ ഏതെങ്കിലും കൺസൾട്ടൻസിനെ സമീപിച്ച് അവർ ചെയ്തു തരുന്ന വിശ്വസിച്ചെങ്കിൽ റിജക്ഷനും ബാനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് പോകില്ല, നിങ്ങളുടെ ലൈഫേ പോകും. അതിന്റെ ഓണത്തിനിടയ്ക്ക് ബുക്ക് കച്ചവടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് അനറ്റിച്ച് മാർക്കറ്റിംഗ്. അതാണ് അനറ്റിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ടൈം ഇസ് ഈക്വൽ ടു മണി. അതിന് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സ്റ്റഡി അബ്രോഡ് ഡീറ്റെയിൽസ് നോക്കുന്നവരാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ സ്റ്റഡി അബ്രോഡ് ഡീറ്റെയിൽസ് ചേച്ചിന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതിനകത്ത് ഞാൻ പഠിച്ചൊരു പാഠം എന്താ പറയുക, ജീവിതത്തിലൊരു പാഠം താഴ്ച ഉണ്ടെങ്കിലും ഒരിക്കലും അവിടെ ഞാൻ എന്ത് ചെയ്യാം, വീണ് പോയിട്ട് അവിടെ നിൽക്കൂല. ഞാൻ അതിനകത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ മാത്രമേ നോക്കുള്ളൂ. ഇത് നിങ്ങൾക്കും ഒരു പാഠമാവുന്നേ. ബൈ.